ദിലീപിന്റെ തിരിച്ചുവരവ് ആഘോഷമാക്കാൻ ഒരുങ്ങി ആരാധകർ. പുതിയ ചിത്രം ഭാ ഭാ ബാ ഇന്ന് തിയേറ്ററുകളിലേക്ക്. രാവിലെ 8 മണിയുടെ ആദ്യ ഷോ തന്നെ ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് ആരാധകർ. നടിയെ ആക്രമിച്ച കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയ ദിലീപിന്റെ സിനിമയിലെ തിരിച്ചുവരവ് കൂടിയാണ് ചിത്രം. മാസ് കോമഡി ആക്ഷൻ എന്റർടൈനർ ചിത്രത്തിൽ മോഹൻലാലും അതിഥി വേഷത്തിലെത്തുന്നുണ്ട്. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത സിനിമയുടെ ആഗോള റിലീസാണെന്ന്. ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും ചിത്രത്തിലുണ്ട്. ഭയം, ഭക്തി, ബഹുമാനം എന്നതിൻ്റെ ചുരുക്കരൂപമായിട്ടാണ് ഭാ ഭാ ബാ എന്ന ടൈറ്റിലൂടെ ചിത്രം എത്തുന്നത്. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരുന്നുണ്ട്. ജിജീഷ്, അതായത് ചിത്രം ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം പോലും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണല്ലോ സിനിമ എത്തുന്നത്. ഒരുപക്ഷെ ആരാധകർ അങ്ങനെ ഒരു അർത്ഥത്തിൽ കൂടിയാകും ഈ ചിത്രത്തിൻ്റെ ആദ്യ ദിനം ആഘോഷിക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റവിമുക്തനാകുന്നു. പക്ഷേ അപ്പോഴും പൊതുസമൂഹത്തിൽ ആ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് ശരിയായ തീരുമാനമായിരുന്നു എന്നൊക്കെ. പക്ഷേ കോടതിയുടെ ഉത്തരവാണല്ലോ, വിധിയാണല്ലോ. ഏതായാലും സിനിമ 8 മണിക്ക് ആദ്യ ഷോ തുടങ്ങുന്നു. അതൊരു ആഘോഷമാക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞു ആരാധകർ എന്നാണോ മനസ്സിലാക്കേണ്ടത്? കൃഷ്ണരാജ്, ഇവിടെ വലിയ ഒരു ആഘോഷത്തിൻ്റെ മോഡിൽ തന്നെയാണ് ആരാധകരെല്ലാം തന്നെ ഉള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന നിലയിൽ തന്നെയാണ്. മാത്രമല്ല വലിയ തോതിൽ നെഗറ്റീവ് പബ്ലിസിറ്റി എല്ലാം തന്നെ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ആ സിനിമയെ തകർക്കാനുള്ള നീക്കമാണ് അത്. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തങ്ങൾ മുന്നോട്ട് പോകുമെന്ന കാര്യം തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അവരുടെ അഭിപ്രായങ്ങൾ അവർ പങ്കുവയ്ക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇതിപ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങൾ ചോദിക്കുകയാണ്. കാരണം എങ്ങനെയാണ് വലിയ നെഗറ്റീവ് പബ്ലിസിറ്റി എല്ലാം വന്നിരിക്കുന്നു, ആ ഒരു ഘട്ടത്തിലാണ് ഈ സിനിമ പോകുന്നത്, എങ്ങനെ കാണുന്നു? ഈ സിനിമ നെഗറ്റീവ് പബ്ലിസിറ്റി പറയുന്നത് 10% പേര് മാത്രമേ ഉള്ളൂ. ബാക്കി 80% ആളുകളും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അതിന് തെളിവാണ് ഈ കാണുന്ന തിയേറ്റർ മുഴുവൻ ആളുകൾ തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സിനിമ വൻ ഹിറ്റാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ 100% സിനിമ ഹിറ്റാവണല്ലോ. സിനിമ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. അതാണ് നമ്മൾ പറയുന്നത്. എപ്പോഴും പറയുന്നത് എന്താ, സിനിമയെ നശിപ്പിക്കാൻ പാടില്ല. അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടതല്ലേ. കോടതി വെറുതെ വിട്ടിട്ട് പോലും അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്തിനാണെന്നാണ് ചോദിക്കുന്നത്. പൊതുവായ ആരാധകരുടെ ഇത്തരത്തിൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തമാക്കുന്നത് ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയതാണ്. എങ്ങനെയാണ് ഈ ഒരു കുറ്റവിമുക്തനാക്കിയതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വീണ്ടും വീണ്ടും ദിലീപിനെ വേട്ടയാടുന്നു, അതിനൊരു മറുപടി തന്നെയായിരിക്കും എന്ന കാര്യം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെയാണ് സിനിമയെ കാണുന്നതെന്ന് പറഞ്ഞാൽ പലരും ബഹിഷ്കരിച്ച സിനിമയെ നമ്മൾ ഏറ്റെടുത്തു എന്ന് പറയാം. അതായത് പലരും പറയുന്നത് സിനിമ കാണരുത്, ദിലീപ് കുറ്റക്കാരനാണെന്ന്. കോടതി കുറ്റവിമുക്തനായ ഒരാളുടെ എന്നല്ല, സിനിമ എന്ന് പറഞ്ഞാൽ പലരുടെയും എന്താ പറയുക, ഒരുപാട് കഠിനാധ്വാനത്തിൻ്റെ വകയാണ് വരുന്നത്. അപ്പോൾ ആ സിനിമ കാണരുതെന്ന് ആർക്കും പറയാൻ അവകാശമൊന്നുമില്ല. കോടതി കുറ്റവിമുക്തനാണ് എന്ന് പറഞ്ഞ ദിലീപ് ഓൾറെഡി കുറ്റവിമുക്തനാണ്. അതിൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയായിരിക്കും ഇത്. ദിലീപിൻ്റെ കിടിലം തിരിച്ചുവരവാണ്. ബുക്ക് മൈ ഷോ കണ്ടില്ലേ, ഫുള്ള് ക്ലോസ് ആയി, ഒരു രക്ഷയില്ല. ഒന്നിലും എന്താ പറയുക, എവിടെയും ഇതില്ല, ടിക്കറ്റില്ല. അപ്പോൾ അത് എന്തിൻ്റെ തെളിവാണ്? ദിലീപ് കുറ്റവിമുക്തനാണ് എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചു എന്നുള്ളതാണ്. പിന്നെ ചില തൽപരകക്ഷികൾക്ക് ദിലീപ് കുറ്റക്കാരനായിട്ട് തുടരണം, ദിലീപിൻ്റെ കരിയർ നശിപ്പിക്കണം, അങ്ങനെയുള്ള കുറച്ച് ആളുകൾക്ക് അവർ വിചാരിച്ച കാര്യം നടന്നില്ല. അതിൻ്റെ ഒരു എടുത്തുള്ളലാണ് ഇപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോരുത്തരുടെ ഇത് കാണുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ കേസിൽ പല വഴിത്തിരിവൊക്കെ വരാൻ കിടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ 2 ദിവസം കൊണ്ടുള്ള റിപ്പോർട്ട്. ലാലേട്ടൻ്റെ അതിഥിതാരമാണ് സിനിമയുടെ പ്രത്യേകിച്ചുള്ള ഹൈലൈറ്റ്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു 20 മിനിറ്റൊക്കെ പ്രതീക്ഷിച്ചിട്ട് 22 മിനിറ്റ് ലാലേട്ടൻ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ എന്താ പറയുക, ഒരു എനർജറ്റിക്കാണ്. കാരണം ലാലേട്ടൻ നമ്മളെ വേറെ ലെവലാണല്ലോ. അപ്പോൾ ആ ലെവലിൽ നമ്മളെല്ലാം സിനിമ സൂപ്പറായിരിക്കും. മൊത്തത്തിൽ പടം കഴിയുന്നവരെ നിങ്ങളിവിടെ വേണം. കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം കേട്ടോ. കിട്ടിക്കണം പടം. കൃഷ്ണ, ഈ അഭിപ്രായങ്ങൾ കേട്ടിരിക്കും. അവരെല്ലാവരും തന്നെ പൂർണ്ണമായും ഈ സിനിമ വിജയിപ്പിച്ച് തന്നെ, കാരണം
അതിൽ സിനിമ വിജയിക്കാനുള്ളതാണ്, സൂപ്പർ ഹിറ്റ് തന്നെ ആയിരിക്കും എന്ന കാര്യമാണ് പറയുന്നത്. ദിലീപിനെ ഈ ഒരു കോടതി കുറ്റവിമുക്തനാക്കിയ ശേഷവും എന്തിനാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത്, നെഗറ്റീവ് പബ്ലിസിറ്റി സിനിമയ്ക്ക് നൽകുന്നത് എന്ന കാര്യമെല്ലാം തന്നെയാണ് അവർ ചോദിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ദിലീപ് ഫാൻസ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന മറ്റു നിരവധി പ്രേക്ഷകർ കൂടി ഈ ഒരു ആദ്യ ഷോ കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ ആ സിനിമയെ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഇനി ഏതാനും സമയം മാത്രമാണ് ഈ ഒരു ഷോ ആരംഭിക്കാനുള്ളത്. തിയേറ്ററിന്റെ ആദ്യ ഷോ പൂർണ്ണമായും തന്നെ നിറഞ്ഞിരിക്കുന്നു. 10 മിനിറ്റ് കൂടി കഴിയുമ്പോൾ ബായുടെ ആദ്യ ഷോ തുടങ്ങും. അവിടെ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ്. പക്ഷേ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്നത് കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപിനെതിരെ എതിർവികാരങ്ങൾ പൊതുസമൂഹത്തിൽ ഇപ്പോഴും സജീവമായി നിൽപ്പുണ്ട്. അത് എങ്ങനെ പ്രതിഫലിക്കും എന്നറിയാനുള്ള നിമിഷങ്ങളാണ്. ഒരുപക്ഷെ രാമലീല എന്ന ചിത്രം ഇറങ്ങിയപ്പോഴും സമാനമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ ഹിറ്റായി. അതിൻ്റെ പ്രമേയം അത്രമാത്രം ആളുകളെ ആകർഷിച്ചതായിരുന്നു. ഇതിപ്പോൾ ആരാധകർക്ക് ഈ ഒരു വിഷയത്തെ മറികടക്കാൻ വേണ്ടി മാത്രം ഹിറ്റാകുന്ന ഒരു പടമായി മാറുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കർണാകർ.